നമസ്കാരം. ജീവലോകത്തിലെ പെൻഗിൻ എന്ന പക്ഷിയെയാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം. ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ജന്തുലോകത്തിലെ പറക്കാത്ത പറവയാണ് പെൻഗിൻ. കാണാൻ കൗതുകമുള്ള പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് പെൻഗിനുകൾ. 20ഓളം ഇനങ്ങളിലുള്ള വ്യത്യസ്ത പെൻഗിനുകളുണ്ട്. ഭൂരിഭാഗം പെൻഗിനുകൾ ദക്ഷിണ ധ്രുവത്തിലാണ് കാണപ്പെടുന്നത്. ദക്ഷിണ അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലപ്പാഗോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിലും പെൻഗിനുകൾ താമസിക്കുന്നുണ്ട്. പെൻഗിനുകളുടെ വിഭാഗത്തിൽ പൊക്കം കൂടിയതും വലിപ്പമുള്ളതുമായ ഇനമാണ് ചക്രവർത്തി പെൻഗിനുകൾ. 1.2 മീറ്റർ ഉയരമുള്ള ഇവ ഇണയെ തേടിയും ആഹാരമന്വേഷിച്ചും 120 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാറുണ്ട്. ഏറ്റവും ചെറിയ ഇനമായ ഫെയറി പെൻഗിനുകൾക്ക് 40 സെൻറ്റിമീറ്റർ മാത്രമേ ഉയരമുള്ളൂ. ചക്രവർത്തി പെൻഗിനുകൾ ദക്ഷിണ ധ്രുവത്തിലും ഫെയറി പെൻഗിനുകൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായി കാണപ്പെടുന്നു. വെള്ളത്തിൽ നിന്നും കരയിലേക്കോ മഞ്ഞുകട്ടകളിലേക്കോ ചാടിക്കയറുവാൻ കഴിവുള്ള പെൻഗിനുകൾ പതുക്കെ കുലുങ്ങിയാണ് നടക്കുന്നത്. ദിശ അറിയാനായി ഇവ സൂര്യനെ ആശ്രയിക്കുന്നു. വയറുപയോഗിച്ച് മഞ്ഞിൽ തെന്നി നീങ്ങാനും ഇവയ്ക്ക് കഴിയും. പെൻഗിനുകളുടെ ആയുസ് 15 വർഷം മുതൽ 20 വർഷം വരെയാണ്. വലിയ തലയും ചെറിയ കഴുത്തുമാണ് പെൻഗിനുകൾ. ചെറിയ വാലുമുണ്ട്. ഇവയുടെ പുറംഭാഗത്തിന് കറുത്ത നിറവും വയറിന് വെളുപ്പ് നിറവുമാണ്. തുഴ പോലെയുള്ള ചിറകുകൾ ഉപയോഗിച്ച് ഇവയ്ക്ക് സമുദ്രത്തിൽ നീന്തുവാൻ കഴിയുന്നുണ്ട്. വാലിൻ്റെ അടുത്തുള്ള ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഉപയോഗിച്ചാണ് ഇവ തൂവലുകൾ തേച്ചു മിനുക്കുന്നത്. ഇതുമൂലം മറ്റൊരു ഗുണവുമുണ്ട്. ശരീരം വാട്ടർ പ്രൂഫായി സൂക്ഷിക്കുവാൻ പെൻഗിനുകൾ കഴിയും. പെൻഗിന് കരയിൽ കാഴ്ചശക്തി കുറവാണ്. എന്നാൽ വെള്ളത്തിനടിയിൽ കണ്ണിന് സൂപ്പർ കാഴ്ചശക്തിയാണ്. ഇത് വെള്ളത്തിൽ പെൻഗിനുകളെ ഇര തേടുവാൻ സഹായിക്കുന്നു. ദക്ഷിണധ്രുവത്തിലും ചുറ്റുമുള്ള ദ്വീപുകളിലും വസിക്കുന്ന പെൻഗിനുകളുടെ ശരീരഘടന തണുത്തുറഞ്ഞ സമുദ്രതീരത്ത് ജീവിക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ളതാണ്. കൊഴുപ്പ് നിറഞ്ഞ ചർമ്മവും അതിലെ എണ്ണമയവുമാണ് ഇവയെ തണുത്ത താപനിലയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത്. നൂറുകണക്കിന് പെൻഗിനുകൾ തോളോട് തോൾ ചേർന്ന് അടുത്തടുത്തായി നിൽക്കുന്നത് നമ്മൾ ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ട്. ശരീരത്തിന് ചൂട് ലഭിക്കുവാനാണ് അവ അങ്ങനെ നിൽക്കുന്നത്. ഗാലപ്പഗോസ് ദ്വീപിൽ ചൂട് കൂടുതലായതുകൊണ്ട് ചൂട് കുറയ്ക്കാൻ പെൻഗിനുകൾ ചിറകുകൊണ്ട് വീശിക്കൊണ്ടിരിക്കും. വളരെ ആഴത്തിൽ മുങ്ങി മീൻ പിടിക്കുവാൻ പെൻഗിനുകൾക്ക് കഴിവുണ്ട്. മത്സ്യങ്ങൾ, ഞണ്ടുകൾ, ചെറിയ കടൽ ജീവികൾ തുടങ്ങിയവയാണ് പെൻഗിനുകളുടെ ആഹാരം. കടലിലെ ഉപ്പുവെള്ളം കുടിച്ച ശേഷം അതിലെ ഉപ്പ് അരിച്ച് പുറത്തേക്ക് കളയുന്ന ഫിൽട്ടർ സംവിധാനം പെൻഗിനുകളുടെ ശരീരത്തിലുണ്ട്. നാക്കിൽ പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ചെറിയ മുള്ളുകളുണ്ട്. ഇതുകാരണം വായിലെടുക്കുന്ന ആഹാരം പുറത്തേക്ക് വഴുതിപ്പോവുകയില്ല. പെൻഗിൻ്റെ ചിത്രത്തിൻ്റെ ക്ലോസപ്പ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. കൊക്കിൻ്റെ അറ്റം ഒരു കൊളുത്തുപോലെയാണ്. ആഹാരം കൊത്തിവലിക്കുവാൻ ഇത് പ്രയോജനപ്പെടുന്നു. പെൻഗിനുകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ ആഹാരം തേടിപ്പോകും. ഒരു പ്രാവശ്യം 1-2 മുട്ടയാണ് ഇടാറുള്ളത്. പെൻഗിനുകൾ ആഹാരം തേടിപ്പോയാൽ ആ സമയത്ത് മുട്ടയിന്മേൽ അടയിരിക്കുന്നത് പെൻഗിനുകളാണ്. ആഹാരവുമായി പെൻഗിൻ തിരിച്ചെത്താൻ 2 ആഴ്ചയെങ്കിലും എടുക്കും. ഇത്രയും കാലം പെൻഗിനുകൾ തൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് കൊണ്ടാണ് ജീവിക്കുന്നത്. പെൻഗിൻ തിരിച്ചു വന്നാൽ പിന്നെ ഇര തേടി പോകുവാനുള്ള ഊഴം പെൻഗിൻ്റേതാണ്. പെൻഗിൻ കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പല ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. അതെന്തിനാണ് ഈ ശബ്ദം കേട്ട് അച്ഛനും അമ്മയ്ക്കും കാണാപ്പാടമാകും. കാരണം കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുമിച്ചായിരിക്കും ഇര തേടിപ്പോകുന്നത്. ആഹാരവുമായി തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നത് അവയുടെ ശബ്ദത്തിലൂടെയാണ്. പെൻഗിൻ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് അല്പം കൂടുതലാണ്. നന്നായി ആഹാരം കഴിച്ച് അത് വേഗത്തിൽ വളരുകയും ചെയ്യും. ഇത് പെൻഗിൻ എന്ന പറക്കാത്ത ജീവലോകത്തിലെ ഒരു പക്ഷിയെപ്പറ്റിയുള്ള ചെറിയ വിവരങ്ങളാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.